മരിച്ചു എന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയവർക്കൊപ്പം ചായ കുടിച്ച് രാഹുൽ ഗാന്ധി. മരിച്ചവരുമായി ചായ കുടിക്കുന്നത് ആദ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദിയെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. സജു തോമസിന്റെ വിവരങ്ങൾ നൽകാനായി. സജു, എന്താണ് സംഭവം? അജീന, ബീഹാറിൽ നിന്നുള്ള 10ഓളം പേരുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഒരു ചായ സൽക്കാരം നടത്തിയത്. വോട്ടർ ലിസ്റ്റിൽ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിട്ട് പോലും വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേര് ഒഴിവാക്കിയതിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹാസ രൂപേണ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഈ ഒരു ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മരിച്ചവരുമായിട്ട് ഇത്തരത്തിലൊരു ചായ കുടിക്കാൻ അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇതിൽ ഇവർ പറയുന്നത് ഏകദേശം ഒരു പഞ്ചായത്തിലെ 50ഓളം പേരാണ് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പക്കൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് വോട്ടർ ലിസ്റ്റുകളിൽ അവരുടെ പേരില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, പല നിയോജക മണ്ഡലങ്ങളിൽ ഇതുപോലെ 50നും 100നും ഇടയിലുള്ള ആൾക്കാരെയാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വലിയൊരു പോരാട്ടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ SIR ഈ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇനി നടക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് 17-ാം തീയതി മുതൽ വലിയ ഒരു പ്രതിഷേധ പരമ്പര തന്നെ തുടങ്ങാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രദർശനവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്.